കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 യു ഡി എഫിന് വലിയ തകർച്ച നേരിട്ടു എങ്കിലും എറണാകുളത്തും മലപ്പുറത്തും തന്നെയാണ് വളരെയധികം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തിനും മലപ്പുറത്തിനും പുറമെ യു ഡി എഫിന് ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖല എന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അത് കൊല്ലമാണ് എന്ന കണക്കൂട്ടലിലാണ്. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന പ്രതീക്ഷയാണ്. എന്നാൽ തിരുവനന്തപുരം മുൻ DCCയുടെ അധ്യക്ഷനായിരുന്ന പാലോട് രവി പറഞ്ഞത് കോൺഗ്രസ് ഒരു എടുക്കാച്ചരക്കായി മാറും, അടുത്ത നിയമസഭയിലും പൊട്ടി പാളീസാകും, പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ നേതാക്കന്മാർ കൊഴിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയ പാലോട് രവിയെ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ സമ്മർദ്ദം ഏറെ ഉണ്ടാവുകയും ഒടുവിൽ N ശക്തൻ വീണ്ടും പിന്നീട് താൽക്കാലികമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിനകത്ത് പറയേണ്ടത് 2 വിഷയങ്ങളാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയും പത്തനാപുരവും അതുപോലെ തന്നെ വലിയ തോതിൽ പോരാട്ടത്തിലൂടെ പിടിച്ചെടുക്കാൻ കൊല്ലം സെൻട്രൽ നിയോജക മണ്ഡലവും ഒക്കെ കഴിയും എന്നുള്ളതാണ്. നിലവിൽ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് നേടിയ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചാണ്ടി ഉമ്മൻ 32,000 വോട്ടുകൾക്ക് വിജയിച്ചു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം. അതുപോലെ തന്നെ ഉമാ തോമസ് 25,000 വോട്ടുകൾക്ക് PT തോമസിൻ്റെ നിര്യാണത്തിന് ശേഷം വിജയിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തരംഗം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ നേടിയത് ഇടത് കോട്ടയിലാണ് എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെയായിരുന്നു കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മയെ 5,000-ൽ പരം വോട്ടുകൾക്ക് PC വിഷ്ണുനാഥ് എന്ന പഴയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ തോൽപ്പിച്ചത്. 31,000 വോട്ടുകൾക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പരാജയപ്പെടുത്തിയ മേഴ്സിക്കുട്ടി അമ്മ വലിയ തോതിൽ അവർ മന്ത്രിസഭയിൽ ഇരിക്കെ അഴിമതിയുടെ കറ പുരളുകയും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പുകയും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് വീട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുകയും ചെയ്യപ്പെടുന്ന ഗതികെട്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒത്തുപിടിച്ചാൽ കൊല്ലം ജില്ലയിലെ 11-ൽ 8ഓളം സീറ്റുകൾ ശക്തമായി, അതും UDFിൽ കോൺഗ്രസ്സിന് തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ്സിന് എറണാകുളം ജില്ല കഴിഞ്ഞാൽ വലിയ ശോഭയുണ്ടാക്കാൻ കഴിയുന്ന കൊല്ലം ജില്ല എന്നത് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചടയമംഗലത്തും ആഞ്ഞു പിടിച്ചാൽ കോൺഗ്രസ്സിന് ജയിക്കാവുന്ന സാഹചര്യം തന്നെയാണ്. ചിഞ്ചുറാണിയുടെ പ്രവർത്തനങ്ങൾ CPIക്കാർക്ക് പോലും വലിയ എതിരഭിപ്രായമാണുള്ളത്. അവിടെ CPI വിഭാഗീയത കനത്ത രീതിയിലേക്കാണ് കൊല്ലം ജില്ലയിൽ പോകുന്നത്. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ ശക്തി എന്ന രീതിയിലേക്കാണ് CPI പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ് CPIക്ക് മേന്മ പറയാനുള്ളത്. ആ കൊല്ലം ജില്ലയിലാണ് പലയിടത്തും CPIയുടെ വിഭാഗീയത അതിശക്തമാകുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപോലെ തന്നെ പ്രതിഫലിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കൊല്ലത്ത് M മുകേഷ് നാണം കെട്ട് തോറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഒരു തനി ആവർത്തനം നടക്കുമോ എന്നുള്ളതാണ് ഏവരും കാണുന്നത്. അതിനിടയിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി മുന്നേറ്റം കൊല്ലം കോർപ്പറേഷനിൽ UDF ഉണ്ടാക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു.